എന്നിട്ടും ബ്ലഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ സി സെക്ഷൻ സമയത്തും 1 യൂണിറ്റ് കയറ്റണം പറഞ്ഞു. അത് 4 മണിക്കൂറോളം എടുത്തിട്ട് ഫുൾ പെയിനായിരുന്നു. അപ്പോൾ താത്തയ്ക്ക് കഴിഞ്ഞ് നമ്മൾ 8 മണിക്ക് പോയിട്ട് 2 മണിക്കാട്ടോ ബ്ലഡ് കയറ്റി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ 10 മണിക്കായിരുന്നു സി സെക്ഷൻ. അപ്പോൾ താത്തയ്ക്ക് കഴിഞ്ഞ് കുട്ടി നേരെ NICക്കാട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കുട്ടിക്ക് കുറച്ച് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാ 3-4 ദിവസം കുട്ടി NICയിലായിരുന്നു. പിന്നെ എനിക്ക് സി സെക്ഷനും അതിൻ്റെ ഒപ്പം ഡെലിവറി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പെയിനൊക്കെ ആയതുകൊണ്ടാണ് എത്ര ദിവസം വീഡിയോ ഒന്നും ഇടാണ്ടിരുന്നത്. കുറച്ച് ഷോർട്സ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ 3-4 ദിവസം എനിക്കും സ്റ്റിച്ച് പെയിൻ ആയതുകൊണ്ട് ബേബിനെ കാണാനൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനും ആദ്യമായിട്ട് കാണാൻ പോകാം കേട്ടോ. അപ്പോൾ അതാ ഞാനും ഉമ്മയും ഹാനിമോളും കൂടി NICയിൽ കാണാനൊക്കെ പോയി. പിന്നെ നമുക്ക് സി സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഈ മരുന്ന് കയറ്റലിൽ ഒരു കണക്കില്ലല്ലോ, ഇഞ്ചക്ഷൻ ഇങ്ങനെ കയറ്റിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ അതാ ഓരോ കയ്യിൽ മാറ്റിയിട്ട് ഇഞ്ചക്ഷൻ കുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ 5-6 ദിവസം. അതുകൊണ്ടാണ് പെയിൻഫുൾ ഡേയ്സ് ആയിരുന്നു. പിന്നെ മാഷാ അല്ലാഹ്